ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരു മുരിങ്ങയില ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഈ കറി ഉണ്ടാക്കാൻ ഒരു 10 പട്ട മുരിങ്ങേൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ കാണിക്കുന്ന മാതിരി മുരിങ്ങേൻ്റെ ഇല നന്നാക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇല നന്നാക്കി എടുക്കാൻ കഴിയും. ഒരു 20ഓളം ചക്കക്കുരുയാണ് ഞാൻ ഈ കറിയിലേക്ക് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇടുക. ഇതിൻ്റെ കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂണ് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് നല്ലോണം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ പരിപ്പ് ഇട്ടു കേട്ടോ. ചക്കക്കുരു പരിപ്പും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മൂടിയിട്ടിട്ട് ഒരു 3 വിസിൽ കയറ്റിയെടുക്കുക. ചക്കക്കുരു അവിടെ നിന്ന് വേവട്ടെ. ഇപ്പം മുരിങ്ങയില മുഴുവൻ നന്നാക്കി കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി വന്നപ്പോൾ 1.5 കൈപ്പിടിയോളം ഉണ്ട് കേട്ടോ ഈ മുരിങ്ങയില. ചക്കക്കുരു ഒക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിലോണ്ട് ആ കുരു ഒന്ന് നല്ലോണം ഉടച്ചിട്ട് പാകാക്കുക. ഇനി കഴുകി വെച്ച മുരിങ്ങേൻ്റെ ഇല അതിലിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ മുരിങ്ങയില ഇട്ടാൽ പിന്നെ വല്ലാതെ വെന്ത് കുഴഞ്ഞു പോവരുത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് അവിടുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഈ കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. 1.5 കപ്പ് തേങ്ങ ചിരകിയതു, 1/2 ടീസ്പൂണ് ജീരകം, ഒരു 4-5 ചുവന്നുള്ളി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങ അരച്ചത് ഒഴിച്ചാൽ പിന്നെ കറി വല്ലാതെ തിളപ്പിക്കരുത്. തള വരുമ്പോഴേക്കും ഗ്യാസ് ഓഫാക്കണേ. എന്നിട്ട് വെള്ളം പോലെ ഇരിക്കും കറി. ഇപ്പം കറി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടിയാൽ 2 വറ്റൽമുളക് ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു അടിപൊളി ചക്കക്കുരു മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇലക്കറി വർഗ്ഗമാണല്ലോ. അതുകൊണ്ട് ഇനി മുരിങ്ങയില എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരു കറി വെച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.